നമ്മുടെ ഉള്ളിവട അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ തട്ടുകടയിൽ കിട്ടുന്ന അതേപോലത്തെ ഉള്ളിവട അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്നെടുത്ത് പൊടിച്ച് നോക്കാം. കണ്ടില്ലേ? അയ്യവാ. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളി ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഉള്ളിവടയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ്. അതിന് ഞാൻ 3 വലിയ ഉള്ളി നോക്കി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഉള്ളി കൊട്ടി കൊടുക്കാം. അതിലേക്ക് ഞാൻ ഇടുന്നത് ലേശം കറിവേപ്പില, 1 ഇഞ്ച് നീളത്തിലുള്ള 1 ഇഞ്ചി കുനുകുനാ അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഈ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടുക. ഇനി നമുക്കിതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി മിക്സാക്കി ഉള്ളിയൊക്കെ ഒന്ന് നല്ല ഞെരടിയെടുക്കാം. ഉള്ളിവടയിൽ ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. തോനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പിട്ട് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ പാകത്തിന് ഉപ്പിടുക. ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക, എന്നിട്ട് ബാക്കി ഉപ്പിടുക. ഇപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നോട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഉപ്പിട്ട് ഇത് കുഴച്ചത് കൊണ്ട് ഉള്ളിയുടെ വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. കണ്ടാ? ഇനി നമുക്കിതിൽ ഒരു 4 ടേബിൾ സ്പൂണ് കടലമാവ് ഇടുകയാണ്. 4 ടേബിൾ സ്പൂൺ മൈദമാവ് ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഈ ഉള്ളിയുടെ വെള്ളം തന്നെ ഇതിൽ മതിയാവും. കണ്ടില്ലേ? ഉള്ളിയുടെ വെള്ളം നനഞ്ഞിട്ട് തന്നെ മാവ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഉള്ളിയുടെ വെള്ളം തന്നെ നമുക്ക് മാവ് കുഴയ്ക്കാൻ പാകാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളു മാവ് കുഴയ്ക്കണ പണി. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിക്കണമെന്ന് ഈ ഒരു ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുത്ത് വെക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിവടയുടെ ഷേപ്പിലാക്കി എടുക്കാം. ഇങ്ങനെ എടുത്ത് ആദ്യം ഇങ്ങനെ ഉരുട്ടുക, എന്നിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഷേപ്പാക്കുക. കണ്ടില്ലേ? തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം. 2 മതി. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ലെവലിൽ വെക്കണം. അതില്ലെങ്കിൽ ഉള്ളി വടയുടെ മേൽഭാഗം നല്ല മൊരിയും, അകത്ത് വേഗമില്ല. അതുകൊണ്ടാണ് മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുത്ത് വേവിക്കണം പറഞ്ഞത്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അകത്തെ വശം ഇതേപോലെ ആയി, ഈ കളറായി. ഇനി നമുക്ക് ഇത് കൂടി ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടില്ല, നന്നായിട്ടൊന്ന് ആവട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിവട 2 വശത്ത് ഒന്നുപോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കത് ഇനി എടുക്കാം. നമ്മുടെ ഉള്ളിവട അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ തട്ടുകടയിൽ കിട്ടുന്ന അതേപോലത്തെ ഉള്ളിവട അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്നെടുത്ത് പൊടിച്ച് നോക്കാം. കണ്ടില്ലേ?
അയ്യവാ. അങ്ങനെ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.